ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. വചനം 1. ഇന്ന നിശ്ചയമായും നാം അൻസൽനാഹു ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കി, ഫീ ലൈലത്തിൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റിൽ നിർണയത്തിന്റെ രാവിൽ. നിശ്ചയമായും നാം ഇതിനെ അഥവാ ഖുർആനെ ലൈലത്തുൽ ഖദ്റിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. വചനം 2. വമ അദ്റാക നിനക്ക് അറിയാവുന്നതെന്ത്, എന്തറിയാം. മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്തെന്ന്, ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. വചനം 3. ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ ഉത്തമമാണ്, ഗുണകരമാണ്, മിൻ അൽഫി ആയിരത്തെക്കാൾ, ഷഹ്റിൻ മാസം. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തെക്കാൾ ഉത്തമമാകുന്നു. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. വചനം 4. തനസ്സലു ഇറങ്ങിവരും, ഇറങ്ങിക്കൊണ്ടിരിക്കും, അൽ മലായികതു മലക്കുകൾ, വർ-റൂഹ് റൂഹും ആത്മാവും, ഫീഹ അതിൽ, ബിഇദ്നി ഉത്തരവ് പ്രകാരം, സമ്മതം അനുമതി പ്രകാരം, റബ്ബിഹിം അവരുടെ റബ്ബിന്റെ, മിൻ കുല്ലി അംർ എല്ലാ കാര്യത്തെക്കുറിച്ചും. മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. വചനം 5. സലാമുൻ ശാന്തിയാണ്, സമാധാനമത്രേ, ഹിയ അത്, ഹത്താ മത്ലഇ ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ, അൽ ഫജ്ർ പ്രഭാതത്തിന്റെ, സമാധാന ശാന്തിയത്രേ അത്, പ്രഭാതോദയം വരേക്കുമുണ്ടായിരിക്കും. ഖദർ എന്ന വാക്കിന് നിർണയിക്കുക, കണക്കാക്കുക എന്നിങ്ങനെയും നിലപാട്, ബഹുമാനം എന്നിങ്ങനെയും അർത്ഥമുള്ളതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന് നിർണയത്തിന്റെ രാത്രി എന്നും ബഹുമാനത്തിന്റെ രാത്രി എന്നും വിവർത്തനം നൽകാം. രണ്ടായാലും അത് ആ പ്രത്യേക രാത്രിയുടെ പേരാകുന്നു. സൂറത്തു ദുഖാനിൽ ഇതേ രാത്രിയെക്കുറിച്ച് ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 4-ാം വചനത്തിൽ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്നു മലക്കുകളും റൂഹും ഇറങ്ങിവരുമെന്നും പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആ രാത്രി ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് മനസ്സിലാക്കാം. സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെപ്പറ്റി ലൈലത്തുൽ മുബാറക്ക അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാകട്ടെ അതിന്റെ പല മാഹാത്മ്യങ്ങളും എടുത്തുപറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിർണയത്തിന്റെയും ബഹുമാനത്തിന്റെയും രാത്രിയാണെന്ന് വ്യക്തമാകുന്നു. പ്രസ്തുത രാത്രിയെപ്പറ്റി 1-ാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നത്രേ. ലോകാവസാനം വരെ മാനവലോകത്തിന്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യ ഗ്രന്ഥത്തിന്റെ അവതരണം ഉണ്ടായ രാവ് നിശ്ചയമായി ഒരു മഹത്തായ രാവാണെന്ന് പറയേണ്ടതില്ല. ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നിഷേധിക്കുവാൻ വയ്യ. ഈ രാവ് റമദാൻ മാസത്തിലാണെന്ന് പരക്കെ അറിയപ്പെട്ടതും സൂറത്ത് അൽ ബഖറ 185 നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ്.
റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു രാത്രിയാണെന്ന് സൂറത്തു ദുഖാനിലും ലൈലത്തുൽ ഖദറിലാണെന്ന് ഇവിടെയും പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലാണെന്നും അതുതന്നെയാണ് അനുഗ്രഹീത രാവെന്നും സ്പഷ്ടമാണല്ലോ. എന്നാൽ ഖുർആന്റെ അവതരണം പൂർത്തിയായത് 23 കൊല്ലക്കാലം കൊണ്ടാണെന്നിരിക്കെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം എന്താണ്? ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം സൂറത്തു ദുഖാനിൽ നാം വിവരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ജ്ഞാനരേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറക്കിയത് ആ രാത്രിയിലാണ്. പിന്നീട് സന്ദർഭമനുസരിച്ച് കുറേശ്ശെയായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നത്രേ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മുൻഗാമികൾ മിക്കവാറും ഈ അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതും. മറ്റൊരു അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആൻ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് റമളാന്റെ ആ രാത്രിയിലായിരുന്നുവെന്നാകുന്നു. രണ്ടായിരുന്നാലും ശരി, കൊല്ലം തോറും റമളാൻ മാസങ്ങളിൽ ആ പുണ്യരാവ് ആവർത്തിക്കപ്പെടുമെന്നു പല ഹദീസുകളിലും സംശയരഹിതമായി വന്നിട്ടുള്ളതും മുസ്ലിങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളതുമാണ്. ഖുർആന്റെ പ്രസ്താവനകളും അതാണ് കാട്ടിത്തരുന്നതും. കൂടുതൽ വിവരം അടുത്ത വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം. ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ മഹത്വത്തിലേക്ക് 2-ാം വചനം ശ്രദ്ധ ആകർഷിക്കുന്നു. തുടർന്നുകൊണ്ട് ആ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഉണർത്തുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനമുണ്ടായിരിക്കും. ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ ക്രമപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൽ നബവിക്കും ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സാക്കും ശ്രേഷ്ഠതയുണ്ടല്ലോ. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, അറഫാ ദിവസം, പെരുന്നാൾ ദിവസം മുതലായവക്കും മാസങ്ങളിൽ റമളാൻ മാസത്തിനും ദുൽഹജ്ജ് മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏതെങ്കിലും തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവൻ ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കൽ നിർബന്ധമാകുന്നു. നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതുമാണ്. അക്കൂട്ടത്തിൽ ഒന്നത്രേ ലൈലത്തുൽ ഖദറിനും അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണെന്നതു തന്നെ അതിനു മതിയായ കാരണമാണല്ലോ. സൂറത്തു ദുഖാനിലും ഈ സൂറത്തിലും ആ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള വൻ കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിലുണ്ടായിക്കൂടാ എന്നില്ലതാനും. വല്ലാഹു ആലം. അള്ളാഹു ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണെന്നും സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു. സൂറത്തുൽ ഹജ്ജ് 30-32 വ്യാഖ്യാനവും നോക്കുക. എന്നാൽ ഓരോന്നിനെയും ബഹുമാനിക്കേണ്ടുന്നത് അതതിനെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന പ്രകാരമായിരിക്കേണ്ടതുണ്ട്. സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരം, ദുആ, ദിക്ർ, ദാനധർമ്മങ്ങൾ ആദിയായ പുണ്യകർമ്മങ്ങൾ അവയിൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ പറയാവുന്നതാണ്. ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ വിശേഷിച്ചും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ല. കൂടുതൽ വിവരം തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ വരുന്നുണ്ട്. 1000 മാസത്തേക്കാൾ ഉത്തമം എന്നു പറഞ്ഞതിന്റെ താൽപര്യം പല മഹാന്മാരും പ്രസ്താവിക്കുന്നത് പോലെ ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള 1000 മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നായിരിക്കാം. അല്ലെങ്കിൽ തൊട്ട വചനങ്ങളിൽ കാണുന്നതുപോലെ ആ രാത്രിയിൽ മലക്കുകളുടെ വരവ് തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കാവുന്നതാണ്. 1000 മാസത്തേക്കാൾ എന്നു കണക്കാക്കിയതിന്റെ രഹസ്യവും നമുക്ക് അറിഞ്ഞുകൂടാ. ആ രാത്രിയിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങിവരുമെന്നാണ് അതിന്റെ സവിശേഷതയായി അള്ളാഹു പിന്നീട് പ്രസ്താവിക്കുന്നത്. റൂഹ് എന്നാൽ ആത്മാവ് എന്ന് വാക്കർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് വിവക്ഷ. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ സ്വീകാര്യമായി കാണുന്നത്. റൂഹ് എന്ന് ജിബ്രീലിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ശുഅറാ 193. അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നമ്മുടെ ദൃഷ്ടിക്ക് കാണുവാൻ കഴിയാത്തതും ബാഹ്യ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാവതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് മലക്കുകൾ വഴി നടന്നു വരുന്നുണ്ടെന്ന് ഖുർആൻ കൊണ്ടും നബിവചനങ്ങൾ കൊണ്ടും സ്ഥാപിതമായതാകുന്നു. അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും അന്നത്തെ രാത്രി മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കും. അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയമില്ല. ബദർ യുദ്ധത്തിനും മറ്റും സത്യവിശ്വാസികൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിൽ മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ്. മലക്കുകളുടെ വരവ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ ആവശ്യാർത്ഥം
എന്നായിരിക്കാം. വല്ലാഹു ആലം. ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുമെന്ന് സൂറത്തു ദുഖാനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ രാത്രി അത്രയും സമാധാന ശാന്തിയാണെന്നും അത് പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു ഇവിടെയും പ്രസ്താവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ ആ രാത്രി വിനിയോഗിക്കുന്നവർക്ക് ആ നന്മകൾ തികച്ചും അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തീർച്ച. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വ്യാഖ്യാനക്കുറിപ്പ്. ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രി. സൂറത്തുൽ ഖദറിലും സൂറത്തുൽ ദുഖാന്റെ ആദ്യത്തിലും അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ ഖദർ. കാര്യങ്ങൾ നിർണയം ചെയ്യുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി. അതിന് ഈ പേർ വന്നതിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞതിന്റെ താൽപര്യത്തെപ്പറ്റിയും പ്രസ്തുത സ്ഥലങ്ങളിൽ വെച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ അവതരിച്ച മാസമെന്ന നിലക്ക് റമദാൻ മാസത്തിന് പ്രാധാന്യമുള്ളതുപോലെ അത് അവതരിച്ച രാത്രി എന്ന നിലക്ക് ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട്. ഖുർആന്റെ അവതരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യവും മഹത്വവും എന്നും നിലനിന്നു വരുന്നുവല്ലോ. ആ നിലക്ക് ആ മാസവും ആ രാത്രിയും എല്ലാ കാലത്തും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആ ഒരേ ഒരു രാത്രി മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നും കൊല്ലം തോറും അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നും ചിലർ പറയാറുണ്ട്. ആധുനിക ചിന്താഗതിക്കാരിൽ നിന്നാണ് അധികവും ഈ അഭിപ്രായം പ്രകടമാകാറുള്ളത്. ഖുർആന്റെ പ്രസ്താവനകളും നബി വചനങ്ങളും ഈ അഭിപ്രായം തെറ്റാണെന്നുള്ളതിന് മതിയായ തെളിവ് നൽകുന്നു. സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെക്കുറിച്ച് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക, നിശ്ചയമായും നാം അതിനെ അഥവാ ഖുർആനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞതിനുശേഷം ഫീഹ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം, അതിൽ എല്ലാ യുക്തിമത്തായ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നു പറയുന്നു. അതുപോലെ സൂറത്തുൽ ഖദറിൽ ആദ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു എന്നും പിന്നീട് അതിന്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹ, അതിൽ മലക്കുകളും റൂഹും ഇറങ്ങിവരുന്നു അഥവാ ഇറങ്ങിവരും എന്നും പറഞ്ഞിരിക്കുന്നു. രണ്ടു സ്ഥലത്തും ഖുർആനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അവതരിപ്പിച്ചു എന്ന് ഭൂതകാലക്രിയ അഥവാ മാലിയായാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആ രാത്രിയിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ അതിൽ കാര്യം വിവേചനം ചെയ്യപ്പെടുന്നു എന്നും അതിൽ മലക്കുകൾ ഇറങ്ങിവരുന്നു എന്നും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കുന്ന ക്രിയ മുളാരി ആയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ച ഓരോ വാക്കുകളിലും അവയുടെ ഉപയോഗക്രമങ്ങളിലും പല സൂചനകളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുമെന്നു പറയേണ്ടതില്ല. ഖുർആനെ അവതരിപ്പിച്ചുവെന്നു പറഞ്ഞതിന്റെ താൽപര്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശത്തേക്ക് അവതരിപ്പിച്ചുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുവാൻ ആരംഭിച്ചുവെന്നോ ആവട്ടെ, ഏതായാലും ശരി, ആ അവതരണ സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാര്യങ്ങളെ വിവേചനം നടത്തലും മലക്കുകളുടെ വരവും അതിനുശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുമാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ഇനി നബിവചനങ്ങളിലേക്ക് കടന്നാൽ യാതൊരു വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം അത് സ്പഷ്ടമാകുന്നു. ഖുർആന്റെ വ്യാഖ്യാനത്തിന് ഖുർആനെ കഴിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ചര്യകളുമാണല്ലോ ആധാരം. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദറിനെ റമളാന്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളുവീൻ. ബുഖാരി, മുസ്ലിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമളാന്റെ അവസാനത്തെ 7 ദിവസങ്ങളിലായി സ്വഹാബികൾക്ക് ലൈലത്തുൽ ഖദർ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുകൂടിയതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അതിനെ ആർ കരുതിയിരിക്കുന്നുവോ അവൻ ഒടുവിലത്തെ 7 രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളട്ടെ. ബുഖാരി, മുസ്ലിം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങൾ അതിനെ, അതായത് ലൈലത്തുൽ ഖദറിനെ റമളാന്റെ ഒടുവിലത്തെ 10 അന്വേഷിക്കുവീൻ. എന്നുവെച്ചാൽ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെ. ബുഖാരി. ഇപ്പോൾ ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ആവർത്തിക്കപ്പെടുമെന്നതിൽ സംശയിക്കുവാൻ ന്യായമില്ലല്ലോ. ഇനി അതു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്ന പ്രത്യേക ചര്യകൾ എന്തായിരുന്നുവെന്ന് നോക്കാം. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാന്റെ ആദ്യത്തെ 10 പിന്നീട് നടുവിലത്തെ 10 എഴുത്തിക്കാഫ് ചെയ്യുകയുണ്ടായി. ഒരു തുർക്കി തമ്പു കെട്ടിയതിൽ വെച്ചായിരുന്നു അത്.
പിന്നീട് അവിടുന്ന് തല പുറത്തു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ ഈ രാത്രിയെ തേടിക്കൊണ്ട് ആദ്യത്തെ 10 ദിവസം എഅ്തികാഫ് ചെയ്തു. പിന്നെ നടുവിലെ 10 ചെയ്തു. പിന്നീട് എന്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി, അത് അവസാനത്തെ 10 ആകയാൽ എന്റെ ഒന്നിച്ച് എഅ്തികാഫ് ചെയ്തവർ അവസാനത്തെ 10 എഅ്തികാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ രാത്രി എനിക്ക് കാണിച്ചു തരപ്പെട്ടു. എങ്കിലും പിന്നീട് എനിക്ക് അത് വിസ്മരിപ്പിക്കപ്പെടുകയുണ്ടായി. ബുഖാരി, മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊന്നിലുമില്ലാത്ത ഉത്സാഹം ആരാധനാ കർമ്മങ്ങളിൽ ഉത്സാഹിച്ചു വന്നിരുന്നു. മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, കണ്ടുവോ? ലൈലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന് എനിക്ക് അറിവായാൽ അതിൽ ഞാൻ എന്താണ് പറയേണ്ടത്? തിരുമേനി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് പറഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന് അവന്റെ കഴിഞ്ഞുപോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി, മുസ്ലിം. ലൈലത്തുൽ ഖദർ ഏതു രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായെന്നും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അബൂ സഈദുൽ ഖുദരിയുടെ റളിയല്ലാഹു അൻഹു ഹദീസിൽ കണ്ടുവല്ലോ. ഈ വിഷയം ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിക്കുന്നു: ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് പറഞ്ഞു തരുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പുറപ്പെട്ടു വന്നു. അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ 2 പേർ തമ്മിൽ ഒരു വഴക്കുതർക്കം നടക്കുകയുണ്ടായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത്. അപ്പോഴേക്ക് ഇന്ന ആളും തമ്മിൽ വഴക്ക് നടന്നു. അങ്ങനെ അത് ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള വിവരം എന്റെ ഓർമ്മയിൽ നിന്ന് വിടുത്തപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഗുണമായി തീർന്നേക്കാം. ബുഖാരി. മേലുദ്ധരിച്ച പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാവുന്നതാണ്. 1. ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ഉണ്ടായിരിക്കും. ഖുർആൻ അവതരിച്ച ആ ഒരേ ഒരു രാത്രിയെപ്പറ്റി മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. 2. അത് മിക്കവാറും റമളാന്റെ ഒടുവിലത്തെ 10 വിശേഷിച്ചും അതിലെ ഒറ്റയായ രാത്രികളിൽ ഒരു രാത്രിയായിരിക്കും. 3. എന്നാൽ അത് ഏതു രാത്രിയിലാണെന്ന് നിർണയിച്ചു പറയുവാൻ നിവൃത്തിയില്ല. അത് ഇന്ന രാത്രിയിലാണെന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് അള്ളാഹു അത് മറപ്പിച്ചു കളയുകയാണുണ്ടായത്. 4. അങ്ങനെ മറപ്പിച്ചു കളഞ്ഞത് താഴെ പറയുന്ന പോലെയുള്ള കാരണത്താൽ സമുദായത്തിന് ഗുണകരമായിരിക്കുന്നതുമാകുന്നു. 5. റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒടുവിലത്തെ 10 എഅ്തികാഫ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. 6. അനുഭവപൂർവമായ വല്ല അടയാളങ്ങൾ മുഖേനയും ആ രാത്രിയെ തിരിച്ചറിയുവാൻ സജ്ജനങ്ങളായുള്ള ചിലർക്ക് സാധിച്ചെന്നു വരാം. 7. എല്ലാ കൊല്ലത്തിലും ഒരു നിശ്ചിത തീയതിക്കു മാത്രമായിരിക്കും അതെന്ന് കരുതുവാൻ നിവൃത്തിയില്ല. പ്രസ്തുത രാവ് ഏതു ദിവസമായിരിക്കുമെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു വിടുത്തിക്കളഞ്ഞത് സമുദായത്തിന് ഗുണമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ്: ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്നറിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു ദിവസം മാത്രമേ അതിനെ പ്രതീക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കുകയും ചെയ്യുകയുള്ളൂ. അറിയാത്ത പക്ഷം ആ രാത്രിയാവാൻ സാധ്യതയുള്ള എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നതാണ്. അങ്ങനെ കൂടുതൽ പുണ്യവും പ്രതിഫലവും നേടുവാൻ അത് കാരണമായിത്തീരും. ഈ വസ്തുത മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്: സിർറുബ്നു ഹബ്ഷ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബയ്യ് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊല്ലം മുഴുവനും രാത്രി സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദർ പ്രാപിക്കാം എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുവാൻ ഉദ്ദേശിച്ചാണത്. അദ്ദേഹം അങ്ങനെ പറയുവാൻ കാരണം അതാണ്. നിശ്ചയമായും അദ്ദേഹത്തിനറിയാം അത് റമളാനിലാണെന്നും ഒടുവിലത്തെ 10 27 രാത്രിയാണെന്നും. പിന്നീട് ഉബയ്യ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു, അത് 27 രാത്രിയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങളിത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ പറഞ്ഞു തന്ന അടയാളത്തെ ആസ്പദമാക്കിയാണ്, അതായത് അന്ന് സൂര്യൻ രശ്മി കൂടാതെ ഉദയം ചെയ്യുന്നതിന്. മുസ്ലിം.
ലൈലത്തുൽ ഖദറിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. അങ്ങനെ താൻ കണ്ട ഒരു അടയാളത്തെ ആസ്പദമാക്കിയാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹു അത് 27-ന്റെ രാവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പ്രസ്തുത അടയാളങ്ങൾ എല്ലാവർക്കും മനസ്സിലായേക്കുമെന്നോ അനുഭവപ്പെട്ടേക്കുമെന്നോ വിചാരിക്കാവുന്നതല്ല. അള്ളാഹു അനുഗ്രഹിച്ച പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം, അത്രമാത്രം. എന്നാൽ ഉബയ്യ് റളിയല്ലാഹു അൻഹു 27-ന്റെ രാത്രി എന്ന് നിജപ്പെടുത്തി പറഞ്ഞതുപോലെ മറ്റു ചില രാത്രികളെ നിർണയിച്ചുകൊണ്ടുള്ള ചിലരുടെ റിവായത്തുകൾ വേറെയും കാണാം. അതുകൊണ്ടാണ് ആ രാത്രി മേലുദ്ധരിച്ച ഹദീസുകളിൽ കണ്ടതുപോലെ റമളാൻ ഒടുവിലത്തെ 10-ന്റെ ഒറ്റയായ രാത്രികളിലായിരിക്കുമെന്നും അത് ഏതു രാത്രിയാണെന്ന് നിജപ്പെടുത്താവതല്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. വെള്ളിയാഴ്ച ദിവസം വളരെ ചുരുങ്ങിയ ഒരു സമയമുണ്ടെന്നും ഒരു മുസ്ലിമും നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയവും ഏതാണെന്ന് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാകുന്നു. ആ സമയവുമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയും നടത്തുവാൻ ഇതും പ്രേരകമാകുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ അന്തർഭവിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയിലടങ്ങിയ നന്മകൾ നേടുവാനും എല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചെന്നു വരികയില്ല. നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കുവാനുള്ള അത്യുത്സാഹവും ഉള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ അവതരണമുണ്ടായ രാത്രി എന്ന ഏക കാരണം കൊണ്ടുതന്നെ മറ്റൊരു മഹത്വവും പരിഗണിക്കപ്പെടാതിരുന്നാൽ പോലും എല്ലാ കാലത്തും മുസ്ലിങ്ങൾ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും മുഖേന ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ അർഹതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നിരിക്കെ അള്ളാഹുവും അവന്റെ റസൂലും ഇത്രയധികം ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള ആ രാത്രിയെ അവഗണിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കുന്നതല്ല. അതിനെ ആദരിക്കേണ്ടതും അതിൽ ആചരിക്കേണ്ടതും എപ്രകാരമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ട് താനും. അപ്രകാരമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇന്നു കാണുന്ന പോലെയുള്ള പ്രത്യേക ആചാരങ്ങളോ ചടങ്ങുകളോ മാമൂലുകളോ വഴി ആദരിച്ചും ആചരിച്ചിട്ടും ഫലമില്ലെന്നു മാത്രമല്ല, അതെല്ലാം മതത്തിൽ സ്വന്തം വക കൂട്ടിച്ചേർക്കലുമാകുന്നു. മതത്തിൽ കൂട്ടിച്ചേർക്കലാകട്ടെ ദുർമാർഗവുമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാല.